everyone, welcome to my YouTube channel. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആവാം. ഐ തിങ്ക് ഇറ്റ്സ് ബീൻ മോർ ദാൻ 1.5 year ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. ആൻഡ് ഓൾസോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ഓൺ വോയിസ് വ്ലോഗ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു അലമ്പ് ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം തന്നെയാണ് ഞാനൊരു വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, അങ്ങനെ മൈൻഡൊക്കെ മെസ്സി ആയിരിക്കണോണ്ട് ഇത് പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കുകയും പിന്നെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇന്ന് തന്നെ ഞാൻ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറേ വ്ളോഗ്സ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 ലോങ് വീഡിയോസ് അടക്കം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഭയങ്കര തിരക്കായി പോയിട്ട് എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എഡിറ്റ് ചെയ്തത് തന്നെ എങ്ങനെ അത് എൻഡ് ചെയ്യണം, ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലെ, പിന്നെ ആ ഒരു ഫ്ലോ ഒക്കെ പോയപ്പോൾ ഞാൻ വിചാരിച്ച ഇന്നൊരു ഫ്രഷ് സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങണം. അപ്പോൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഞാൻ നഷീദ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ റൂമൊക്കെ ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ്. എൻ്റെ മൈൻഡ് മെസ്സി ആവുമ്പോൾ ഈ റൂമിൻ്റെ അവസ്ഥയൊക്കെ ഏകദേശം ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനുണ്ടല്ലോ റൂം ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് കുറേ നേരം വേണം. ഞാൻ എല്ലാം പതുക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആവുകയും ചെയ്യും. ലാസ്റ്റ് നൈറ്റ് ഞാൻ കുറച്ച് ജേർണലിങ്ങും അതേപോലെ തന്നെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ സ്കിൻ കെയർ ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഇത്ര മെസ്സിയായി കിടക്കുന്നത്. എൻ്റെ വർക്ക് ടേബിൾ ഭയങ്കര മെസ്സിയാക്കി ഇടാത്ത ഒരാളാണ്. ഈ റൂം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്നത്ര ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ക്ലീനാക്കി ഓർഗനൈസാക്കി വെക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറേ ദിവസമായിട്ട് എൻ്റെ മൂഡൊന്നും ഓക്കെ അല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്കറിയായിരുന്നു ഒരു ഡീപ്പ് ക്ലീനിങ് നാളെ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ കിടക്കട്ടെ ഓക്കെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ലീവ് ചെയ്തതാണിത്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് നോമ്പിന് മുന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കുറേ നാൾക്ക് ശേഷം ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഞാനത് പെട്ടെന്ന് തന്നെ ഒരു 2-3 ദിവസം പതുക്കെ ടൈം എടുത്തുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു മെയിൻ ടാസ്ക് എനിക്കുണ്ടായിരുന്നത് ഓൺ വോയിസ് ആയിരുന്നു. കാരണം ഞാൻ ഇതേവരെ ഒരു ഓൺ വോയിസ് ഷൂട്ട് ചെയ്യാത്തതുകൊണ്ടും പിന്നെ എനിക്ക് ഒരു ഭയങ്കര സെൽഫ് ഡൗട്ട് ഉള്ളതുകൊണ്ടും തന്നെ ഓൺ വോയിസ് ചെയ്യണോ അതോ ഒരു സൈലൻറ്റ് വ്ളോഗ് എടുക്കണോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ചൊരു സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അത് എങ്ങനെയാണ് റെസ്പോൺസ് എന്നനുസരിച്ചിട്ട് നമുക്ക് അത് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ സൈലൻറ്റ് വ്ളോഗിലേക്ക് തിരിച്ചു പോകാമെന്ന് വെച്ചിട്ടാണ്. കാരണം എൻ്റെ ഒരു 2-3 വ്ളോഗ്സ് അന്നൊന്നും വീഡിയോസൊന്നും പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ടൈമാണ്. അപ്പോൾ ഇപ്പോഴും പെർഫെക്റ്റ് ഒന്നുമല്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അന്ന് സൈലൻറ്റ് വ്ളോഗ്സൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. അങ്ങനെ ക്ലീനിങ് പാർട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ റൂമൊക്കെ ഇങ്ങനെ ക്ലീനായി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് അല്ലേ. ഞാൻ കഴിക്കുന്ന മെഡിസിൻസൊക്കെ എല്ലാം പലതും പല സ്ഥലത്ത് ഡിസ്പ്ലേസ്ഡ് ആയിട്ടാണുള്ളത്. അങ്ങനെ ഈ സ്കാറ്റേർഡായി കിടക്കണോണ്ട് എൻ്റെ ഡ്രോയേഴ്സൊന്നും ഒട്ടും ഓർഗനൈസ്ഡും അല്ല. അതുപോലെ തന്നെ ഇപ്പം ഞാൻ മെഡിസിൻസൊക്കെ നോക്കുമ്പോൾ എനിക്ക് എവിടെ ഇരിക്കുന്നതെന്ന് ഒട്ടും ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ഈ ജാറ് കണ്ടപ്പോൾ വിചാരിച്ചു ഇപ്പോൾ എല്ലാവരും ഇതിലാക്കി പ്ലേസ് ചെയ്ത് വെക്കാമെന്ന്. ശരിക്കും ഞാനൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സിലെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിച്ചത്. ബട്ട് അതിനുള്ളൊരു എനർജി ഇപ്പം എനിക്കില്ല. സോ ഐ തോട്ട് ടു കീപ്പ് എവറിത്തിങ് ഇൻ ദിസ് ബോക്സ്. അപ്പോൾ നൗ ഇറ്റ്സ് ടൈം ടു ഫോൾഡ് ദ ക്ലോത്ത്സ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടി ഉണ്ടെങ്കിൽ അത് ഈ ഡ്രസ്സ് മടക്കി വെക്കലാണ് കേട്ടോ. ബട്ട് താങ്ക്ഫുള്ളി ഇന്നാകെ 2-3 ഡ്രസ്സ് ഫോൾഡ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം കഴിയുകയും ചെയ്ത്. സോ നൗ മൈ റൂം ലുക്ക് സൂപ്പർ കൂൾ ആൻഡ് എസ്തറ്റിക്. ശരിക്കും ഇതൊരു ലോങ് പ്രോസസ്സ് തന്നെയായിരുന്നു കേട്ടോ. ഏകദേശം 3-3.5 മണിക്കൂറെങ്കിലും പിടിച്ചതെന്ന് എനിക്ക് തോന്നണേ. ആൻഡ് ഇനി നമുക്ക് ഫ്രഷ് ആവാനും കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ തലയിലൊക്കെ എണ്ണ തേച്ച് കുറച്ച് നേരമൊക്കെ പിടിച്ച്. പിന്നെ ഇത് ഹെഡ് മസാജറാണ്. ഇത് ശരിക്കും നല്ലതാട്ടോ. എന്താണ്, തലയിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇത്ര പാടൊന്നും വേണ്ട, നമുക്ക് കൈ കൊണ്ടായാലും മസാജ് ചെയ്താൽ മതി. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഈ ശരീരം അനങ്ങുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു നാപ്പൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഈവനിങ് ആയി. ഞാനിന്ന് ഒരു
എയർ ഡ്രൈ ക്ലേ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു കോഫി കുടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇത് കോൾഡ് കോഫിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടാണ്. ജസ്റ്റ് കോഫി, പഞ്ചസാര, പിന്നെ ഒരു ഇച്ചിരി ചൂടുവെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ബീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഐസ് ഒഴിക്കുക, പാലൊഴിക്കുക, അത്രേ ഉള്ളൂ. ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ശരിക്കും ഞാൻ കോഫിയൊക്കെ കുടിച്ചിട്ട് ക്ലേ ഉണ്ടാക്കാമെന്ന് വെച്ചതാണ്. പക്ഷേ ടൈം പോയതറിഞ്ഞില്ല. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ 8 മണി, മഗ്‌രിബൊക്കെ കഴിഞ്ഞ് 8 മണി ആയിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഞാൻ ക്ലേ ഉണ്ടാക്കാൻ ഇരുന്നാൽ ടൈം കുറേ പോവും, പിന്നെ ഫുഡ് കഴിക്കാൻ വൈകും. അതുകൊണ്ട് ഒരു സിമ്പിളായിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയെന്ന് വെച്ച്. ഇതൊരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ചാണ്. മുട്ട ഒന്ന് വറുത്തിട്ട് ജസ്റ്റ് സോസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ശരിക്കും ചീസ് ഉണ്ടായിരുന്നു, ഞാൻ ആ കാര്യം വിട്ടുപോയി. അപ്പം ഞാൻ ഇങ്ങനെയാണ് കഴിച്ചത്. ക്ലേ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു എൻവലപ്പ് പോലത്തെ ഒരു സ്റ്റോറേജ് കണ്ടെയ്നർ, അത് വാൾ ഹാങ്ങിങ് ആയിട്ടുള്ള ഒന്ന് ഉണ്ടാക്കാമെന്നാണ്. ഇത് പിൻട്രസ്റ്റ് ഇൻസ്പയറിങ്. ക്ലേ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഇതേവരെ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് നല്ലോണം അത് നീഡ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുത്ത്. ശരിക്കും ഇത് നല്ല സോഫ്റ്റനായിട്ട് തന്നെ ഇരുന്നിരുന്നു. ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു, യൂസ് ചെയ്യാൻ നല്ല സിമ്പിളായിരുന്നു. അപ്പോൾ അത് നല്ലോണം നീഡ് ചെയ്തെടുത്തിട്ട് ഞാൻ എൻ്റെ കയ്യിൽ പക്ഷേ ആക്സസറീസ് ഒന്നും ഇല്ല കേട്ടോ. മുറിക്കാനായിട്ട് ബ്ലേഡോ അതുപോലെ തന്നെ റോൾ ചെയ്യാനായിട്ടുള്ള സാധനമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ എയർ ഫ്രഷ്നറിൻ്റെ ഇതെടുത്തിട്ടാണ് ഇത് നല്ലോണം റോൾ ചെയ്ത് വരുത്തി. പക്ഷേ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലോണം തിന്നാക്കിയത്. ശരിക്കും ഇത്ര തിന്നാക്കാൻ പാടില്ല. ഇപ്പോൾ ഓക്കെയാണ്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ചേഞ്ച് ആവണ കാണാം. അപ്പോൾ ഞാൻ നല്ലോണം പരത്തിയിട്ട് ഇത് വെച്ചിട്ട് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത്. പിന്നെ ഇതിൽ നിന്ന് തന്നെ ഞാൻ അതിൻ്റെ മിഡ് പോർഷന് വേണ്ടിയിട്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ സ്പേസ് ആക്കാനായിട്ട് ഒന്നിലെ നമുക്ക് അലൂമിനിയം ഫോയിൽ വെക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഇത് മേലേക്ക് വെച്ചിട്ട് രണ്ടും കൂടി അറ്റാച്ച് ചെയ്ത്, ഇതിന് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്ക് സ്ലിപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഇത് ഡ്രൈ ചെയ്യാനായിട്ടൊരു 24 hours എങ്കിലും വേണം. അപ്പോൾ എന്തായാലും ഇന്നത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തതും അതുപോലെ തന്നെ ഭയങ്കര റിലാക്സ് ചെയ്തൊരു ടൈമായിരുന്നു ഈ സ്കിൻ കെയർ. അറിയില്ല, മേ ബി ഈ ആംബിയൻസ് ഒക്കെ കൊണ്ട് തന്നെ ആവാം, മൈൻഡ് ഭയങ്കര റിലാക്സ്ഡും ഭയങ്കര കാമും ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഒരു സ്കിൻ കെയർ റുട്ടീന് ബിൽഡപ്പ് ചെയ്തെടുക്കണം എന്നുള്ളത്. ഞാൻ ചെയ്യാറുണ്ട്, പക്ഷേ ഒരു റുട്ടീനായിട്ട് ഞാൻ ഫോളോ ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു മാസ്കാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ക്യൂട്ടായി കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഇത് ഡ്രൈ ആണ്. ഇത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴാണ് അത് വലുതായി ഒരു മാസ്ക് ഫോമിലാവുക. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഇതിലേക്ക് കുറച്ച് സിറവും അതുപോലെ ടോണറും ഒക്കെ ആഡ് ചെയ്യുക, പിന്നെ എന്നിട്ട് നമുക്ക് വാട്ടറും കൂടെ ആഡ് ചെയ്യണം. ശരിക്കും ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു. നമ്മുടെ ഫേസിൽ ആദ്യം അപ്ലൈ ചെയ്തിട്ട് ഈ വാട്ടറിൽ ഇത് സോഫൻ ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി എന്ന് പിന്നെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്തത്. ഒരു 10-15 മിനിറ്റോളം ഞാൻ ഫേസിൽ വെച്ചിട്ട് അത് റിമൂവ് ചെയ്തപ്പോൾ ബ്രൈറ്റൻ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ലെങ്കിലും സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ നോർമൽ സ്കിൻ കെയർ റുട്ടീന് ഫോളോ ചെയ്തു. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ 3 സാധനങ്ങളാണ്. മിനിമലിസ്റ്റിൻ്റെ ആൽഫ ആർബിറ്റിനും പിന്നെ കൊസാറക്സ്, സ്നെയിൽ മ്യൂസിൻ കൊസാറക്സും പിന്നെ ടോളിമോണിൻ്റെ ടോണറും. പക്ഷേ ഈ ടോണർ എനിക്ക് ഒട്ടും എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ടായില്ല, ഭയങ്കര ഓയിലി ആയിട്ടും ഫീൽ ചെയ്തിരുന്നു. ഇനി ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണോ അതോ എൻ്റെ സ്കിന്നിന് അത് സ്യൂട്ട് ആവാത്തതാണോ ഒന്നും അറിയില്ല. ഈ ഒരു പ്രോസസ്സൊക്കെ ഞാൻ പതുക്കെ ടൈം എടുത്ത് റൊമാൻറ്റിസൈസ് ചെയ്ത് എൻജോയ് ചെയ്തിട്ടാട്ടോ ചെയ്തത്.
അപ്പോൾ ഇനി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതപ്പോൾ ഫുള്ളി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ട് പെയിൻറ്റിങ് ആണ്. ശരിക്കും ഇത് നമ്മൾ ഒരു സാൻഡ് പേപ്പർ വെച്ച് നല്ലോണം ഉരച്ച് സർഫസ് ഒക്കെ ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ കറൻ്റ്ലി അതില്ലാത്തതുകൊണ്ട് ഞാൻ ആ പ്രോസസ്സ് സ്കിപ്പ് ചെയ്ത് ഇനി ഞാൻ ആദ്യം പെൻസിൽ കൊണ്ട് ഡ്രോ ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടെയാണ് ഞാൻ ഇത് ഫുള്ള് പെയിൻറ് ചെയ്തത്. പിന്നെ ഞാൻ സ്കെച്ച് വെച്ച് ട്രൈ ചെയ്യാൻ നോക്കി, പക്ഷെ അത് വർക്ക് ആവാണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഗ്ലേസ് ചെയ്യുന്നത് UV റെസിൻ വെച്ചിട്ടാണ്. അങ്ങനെ ചില പോർഷൻസ് ഞാൻ സ്കെച്ച് വെച്ച് ചെയ്തത് UV റെസിൻ യൂസ് ചെയ്തപ്പോൾ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് ഭയങ്കര തിന്നായി ഞാൻ റോൾ ചെയ്തെന്ന്. അതുകൊണ്ട് തന്നെ ഡ്രൈ ചെയ്തപ്പോൾ ബാക്ക് പോർഷൻ സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നില്ല. ഓക്കെ, സോ ഫൈനൽ റിസൾട്ട് ഇതാണ്. ഇതത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിലും ഗ്ലേസ് ചെയ്ത് വന്നപ്പോൾ ഇറ്റ് വാസ് ഫൈൻ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് വാളിൽ ഹാങ് ചെയ്യാനായിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ബാക്കിൽ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഞാനത് സ്റ്റിക്ക് ചെയ്തത്. അത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു ഷോ കേസ് പീസാക്കി വെക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.